ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. അതും റംലാനിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇതാ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ ഇത് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. സുബഹ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നു കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റിട്ടുണ്ടായിരുന്നത്. നോമ്പൊക്കെ അല്ലേ, അതൊക്കെ കഴിഞ്ഞ് ഫുള്ളായിട്ടൊന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് കുളിയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്കരിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നതിന് ശേഷമാണ് കേട്ടോ കിച്ചണിലേക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് സമോസയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമോസ ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ഉമ്മ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കോട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കലാണ്. നമ്മൾ പൊതുവേ സമോസ ഷീറ്റ് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാറാണ് പതിവ്. ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു റെഡിയാക്കി എടുക്കാനായിട്ട്. ആ ഒരു മാവ് കുഴക്കുന്ന പരത്തുന്ന ഒക്കെ സമയം നമുക്ക് ലാഭമായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഫില്ലിങ്സ് ഉണ്ടാക്കുന്ന സമയം മാത്രമേ വേണ്ടൂ കേട്ടോ ഇതിനായിട്ട്. അപ്പോൾ വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കലാന്ന്. എനിക്കില്ലേ ഏറ്റവും ഇഷ്ടം ഉമ്മ ഉണ്ടാക്കുന്ന ഈ സമൂസ തന്നെയാണ് കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമൂസ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കലാന്ന്. ഇതിപ്പം ഇന്ന് വൈകുന്നേരം സ്നാക്സ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ജ്യൂസ് നന്നായിട്ട് തന്നെ വന്ന് ഇടങ്ങേറാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഉണ്ട്. ഫോണൊക്കെ ആളെടുക്ക് വന്ന് വലിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നട്ട്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാന്ന്. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ടില്ലേ ഒരു ജാറിൻ്റെ സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന് മീഷോന്ന് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. റംലാനിൽ നട്ട്സൊക്കെ ഇട്ടിട്ട് ടേബിളിൽ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പ്ലാസ്റ്റിക്കാണ് കേട്ടോ, പക്ഷേ എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. അതിൻ്റെ ലിഡൊക്കെ നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് തന്നെ ഇട്ട് വെക്കാം. നമ്മളിങ്ങനെ അത് വേറെ ബൗളിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കത് കഴിയുന്ന സമയത്ത് റീഫിൽ ചെയ്ത് കൊടുത്താൽ മതി. നല്ല യൂസ്ഫുള്ളാണ് ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പം അതിനകത്തേക്ക് നട്ട്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഡേറ്റ്സാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഈത്തപ്പഴം ഫുള്ളായിട്ട് ആ ബൗളിലിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ജ്യൂസ് വന്നിട്ട് ഓരോന്നെടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ആൾ കഴിക്കൊന്നുമില്ല, പക്ഷെ ചുമ്മാ ഇങ്ങനെ ഓരോന്നെടുത്ത് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ആപ്രിക്കോട്ടില്ലേ അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇതിൻ്റെ ഒരു പുളി ടേസ്റ്റൊക്കെ. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കലാണ്. നോമ്പൊരിക്കുന്ന സമയത്ത് ഇങ്ങനെ നട്ട്സൊക്കെ കഴിക്കാനായിട്ട് നല്ലതല്ലേ, ഹെൽത്തി ആയിട്ടുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ബേബി ഫിഗാണ് കേട്ടോ. ഇതും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും ഒരു ബൗളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ജാറിലെ മിക്സഡ് നട്ട്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലിഡൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെക്കലാണ്. ഈ ഒരു സംഭവമില്ലേ എനിക്ക് നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഈ ജാറിൻ്റെ സെറ്റ് ടേബിളിലൊക്കെ വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉമ്മ അവിടുന്ന് പത്തലുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അതും ഒന്ന് പോയിട്ട് വീഡിയോ എടുത്തിട്ട് വന്നേ. നോമ്പായതുകൊണ്ട് തന്നെ പത്തലൊക്കെ വൈകുന്നേരം റെഡിയാക്കി വെക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കലാന്ന്. ഫസ്റ്റ് തന്നെ ജ്യൂസിനുള്ള ഇതാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇന്ന് മാംഗോ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗം മാത്രം ഒന്ന് എടുത്തെടുക്കുന്നുണ്ട്, തൊലിയൊക്കെ കളഞ്ഞിട്ട്.
ഇനിയിപ്പോൾ അതൊരു ജ്യൂസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മാംഗോ ജ്യൂസ്. നമ്മൾ നോർമലായിട്ട് വെള്ളത്തിൽ മാത്രം അടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ല റിച്ച് ടേസ്റ്റാണ് കേട്ടോ പാൽപ്പൊടിയോ പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ. അപ്പോൾ നന്നായിട്ട് തന്നെ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അതൊരു ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. ഇതിപ്പോൾ ബാങ്ക് കൊടുക്കാൻ കുറച്ച് ടൈമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ടൈമിലാണ് നമ്മൾ സ്നാക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കലാണ്. ഇന്ന് വത്തക്കയും പിന്നെ പച്ചമുന്തിരിയില്ലേ അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് പ്ലേറ്റിലേക്കൊക്കെ റെഡിയാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ ബാങ്ക് കൊടുക്കാനായിട്ട്. അതുകൊണ്ടൊക്കെ എല്ലാം പ്ലേറ്റിലേക്ക് ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കലാണ്. അപ്പോൾ വത്തക്കയും പിന്നെ പച്ചമുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്നാക്സ് ആയിട്ടില്ലേ നമ്മുടെ മുട്ട മുളകിൽ പൊരിക്കലില്ല, അതും കൂടി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട നോർമലായിട്ട് നമ്മൾ പൊങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ സ്നാക്സൊക്കെ ബൗളിലേക്ക് എടുത്ത് വെക്കലാന്ന്. അപ്പോൾ പ്ലേറ്റിലേക്ക് ഫസ്റ്റ് തന്നെ കായ്പോളിയില്ലേ അതാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇത് തലേ ദിവസം തന്നെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചൂട് സമൂസ വെക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ടയിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എടുത്തിട്ടപ്പോൾ കൈ നന്നായിട്ട് പൊള്ളിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ സ്പൂണൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അതൊരു ബൗളിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടി ടേബിളിലേക്ക് സെറ്റ് ചെയ്യലാണ് കേട്ടോ. ഇനി ബാങ്ക് കൊടുക്കാൻ ഒരു 5 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പോൾ സ്നാക്സും ഫ്രൂട്ട്സും നമ്മുടെ നട്ട്സും ഒക്കെ ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാങ്ക് കൊടുത്ത് എല്ലാവരും കൂടി നോമ്പൊക്കെ മുറിക്കലാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നിസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ആയപ്പം ഒരു 9:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കലാണ്. പത്തലും ചിക്കൻ കറിയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് റെസിപ്പീസ് വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം നല്ല നല്ല സിമ്പിളായിട്ടുള്ള സ്നാക്സ് റെസിപ്പീസൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ.